എത്രയൊക്കെ സാധനങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളെങ്കിലും എടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരില്ലല്ലേ. അപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങും കാര്യങ്ങളും മാത്രമേ ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറേയൊക്കെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇടിഞ്ഞിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിൽ ഇത്തവണ വെക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ കൂടി ഇടിഞ്ഞിലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഇടിഞ്ഞിലും മെഴുകുതിരിയും കൂടിയാണ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അത് മെഴുകുതിരി ഒഴിവാക്കിയിട്ട് നമ്മളിത് തന്നെയാണ് വെച്ചത്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം മക്കൾ വരുന്നതിന് മുന്നേ വരാൻ പറ്റി. അപ്പോൾ കുരുത്തോലയും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. പിന്നെ വൃത്തിയാക്കാനുള്ള കിഴങ്ങും കാര്യങ്ങളെല്ലാം മക്കളെ കൊണ്ടും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത് കേട്ടോ. കാരണം അവരും കൂടെ അറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണ് ഓർമ്മിച്ച വാഴപ്പിണ്ടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ നേരെ വാഴപ്പിണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ കിഴങ്ങും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയത്. അപ്പോൾ രണ്ടാമത്തെ ആൾ എന്തായാലും നമ്മളെ കൂടെ കൂടി കേട്ടോ. ബ്രോസിനാണ് ഇതൊക്കെ അരിയാനും എടുക്കാനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. വന്ന ഉടനെ അവർക്ക് പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളക്ക് കഴുകണം, അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അനിയനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവരെല്ലാവരും ചേർന്ന് ആ വിളക്കും എല്ലാമൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ ഞാൻ നേരെ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് പണിയുണ്ട്, ഇനിയും പണിയുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അമ്മ പുറത്ത് വെക്കാനുള്ള വിളക്കും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നല്ല സന്ധ്യ നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല വേഗത്തിൽ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇരുട്ടി വരണ കാരണം നമുക്ക് കുറേ കൂടെ ലേറ്റ് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊടുത്തിരുന്ന ഇതെല്ലാം മക്കളുമാരും കൂടെ വെച്ചിട്ട് ആ വാഴപ്പിണ്ടിയും കാര്യങ്ങളെല്ലാം ഇളവിപ്പോയി. പിന്നെ അതൊന്ന് നല്ലതുപോലെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളും അലങ്കാരങ്ങളെല്ലാം നടന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെയാണ് ഇത്തവണയും ചെയ്തത്. പിന്നെ ഒരു കാര്യം ഒഴിവാക്കി, ഈ പറഞ്ഞ കണക്ക് മെഴുകുതിരി ഒഴിവാക്കിയിട്ട് ഇടിഞ്ഞിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ തവണയും നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് വിളക്ക് വെക്കാറുള്ളത്. വാഴപ്പിണ്ടിയിൽ വിളക്ക് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്തും ഊഞ്ഞാലിലും എല്ലായിടത്തും നമ്മൾ വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് മക്കളെ വിളിച്ചപ്പോൾ അപ്പോൾ 3 പേർക്കും പിണക്കമായിരുന്നു കേട്ടോ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ വരില്ല, പിന്നെ അടുത്ത ആൾ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കപ്പയും മരച്ചീനിയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയും മുളകും കൂട്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. കൂടെ കരിക്കിൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.